പമ്പ മഹാഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായി പി ശങ്കരൻ നമ്പൂതിരി, ടി എസ് വിഷ്ണു നമ്പൂതിരി എന്നിവരെ തെരഞ്ഞെടുത്തു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നടന്ന നറുക്കെടുപ്പിലാണ് പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തത്. നിലവിൽ തിരുവനന്തപുരം ആര്യശാല ദേവസ്വത്തിലെ മേൽശാന്തിയാണ് പി ശങ്കരൻ നമ്പൂതിരി. എറണാകുളം കോതക്കുളങ്ങര ദേവസ്വത്തിലെ മേൽശാന്തിയാണ് ടി എസ് വിഷ്ണു നമ്പൂതിരി. മിഥുൻ വിശദാംശങ്ങൾ. തെരഞ്ഞെടുപ്പും ഒപ്പം പമ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിമാരുടെ തെരഞ്ഞെടുപ്പുമാണ് നടന്നത്. ഒരു വർഷത്തെ കാലാവധിയിലേക്കാണ് ഇന്ന് നറുക്കെടുപ്പ് നടന്നത്. എസ് ഹരീഷ് പോറ്റിയാണ് ശബരിമല ഉൾക്കഴകം കീഴ്ശാന്തിയായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. പാറശാല ദേവസ്വത്തിലെ മേൽശാന്തിയാണ് എസ് ഹരീഷ് പോറ്റി. ശബരിമല ഉൾക്കഴക കീഴ്ശാന്തിയായി ഇന്ന് രാവിലെ 7:30 നടന്ന നറുക്കെടുപ്പിലാണ് ഇദ്ദേഹത്തെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. രാവിലെ ഉഷപൂജയ്ക്ക് ശേഷം സന്നിധാനത്ത് നടന്ന നറുക്കെടുപ്പിൽ എസ് ഹരീഷ് പോറ്റിയെ നറുക്കെടുത്തത് പുനലൂർ സ്വദേശിയായ ദീക്ഷിത് എന്ന കുട്ടി നറുക്കെടുപ്പിലൂടെ നടത്തിയ നറുക്കെടുപ്പിലാണ്. പി ശങ്കരൻ നമ്പൂതിരി, ടി എസ് വിഷ്ണു നമ്പൂതിരി എന്നിവർ പമ്പ മേൽശാന്തിമാരാകും. രാവിലെ പമ്പ ഗണപതി ക്ഷേത്രത്തിൽ രാവിലെ 9:30 കൂടിയാണ് നറുക്കെടുപ്പ് നടന്ന് പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തത്. നിലവിൽ തിരുവനന്തപുരം ആര്യശാല ദേവസ്വത്തിലെ മേൽശാന്തിയാണ് പി ശങ്കരൻ നമ്പൂതിരി. എറണാകുളം കോതക്കുളങ്ങര ദേവസ്വത്തിലെ മേൽശാന്തിയാണ് ടി എസ് വിഷ്ണു നമ്പൂതിരി. നറുക്കെടുപ്പ് ക്രമങ്ങൾക്ക് പമ്പയിലെയും ശബരിമല സന്നിധാനത്തെയും നറുക്കെടുപ്പ് ക്രമങ്ങൾക്ക് ദേവസ്വം കമ്മീഷണർ ബി സുനിൽകുമാറാണ് നേതൃത്വം നൽകിയത്. ഇരുവരും അടുത്ത മാസം മുതൽ ചുമതലയിൽ ഏൽക്കും. ഒരു വർഷ കാലയളവിൽ ചിങ്ങം മുതൽ അടുത്ത ചിങ്ങം വരെയാണ് ഈ മേൽശാന്തിമാരുടെയും കീഴ്ശാന്തിയുടെയും ശബരിമലയിൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അനിൽ നമ്പ്യാർ. പമ്പ മഹാഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരായി പി ശങ്കരൻ നമ്പൂതിരി, ടി എസ് വിഷ്ണു നമ്പൂതിരി എന്നിവരെ തെരഞ്ഞെടുത്തു. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ നടന്ന നറുക്കെടുപ്പിലാണ് പുതിയ മേൽശാന്തിമാരെ തെരഞ്ഞെടുത്തത്. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.